കണ്ണ് തുറന്നാൽ ജനനം, കണ്ണടച്ചാൽ മരണം. കണ്ണിമ ചിമ്മുന്നതിനിടയിൽ നടക്കുന്ന ജനനവും മരണവും നിലയില്ലാത്തതാണ് മനുഷ്യ. ഹേ മനുഷ്യ, നീ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയ പണവും സ്വത്തുമൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല. നീ നേടിയെടുക്കുന്ന സൽപ്പേര് മാത്രം എന്നും നിന്റെ കൂടെ ഉണ്ടാകും. നിന്റെ മഞ്ചല് ചുമക്കുന്ന 4 പേരും നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിന്റെ ആശകളും സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നീ ശാന്തനായി ഉറങ്ങൂ. നിന്നെ മറക്കാൻ വേണ്ടി ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും മറക്കാൻ കഴിയുന്നില്ല എനിക്ക്. നിന്റെ ഓർമ്മകൾ കൂടെയുണ്ട്. എല്ലാവരും കൂടെയുണ്ടെങ്കിലും ഞാൻ തനിച്ചിവിടെ ജീവിക്കുന്നു. സത്യം പറഞ്ഞ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ പണ്ടാരം മദ്യമുണ്ടല്ലോ, സമയത്ത് കുടിച്ചില്ലെങ്കിൽ അയ്യോ ഞരമ്പൊക്കെ വലിഞ്ഞ് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു. അതുപോട്ടെ, ഈ അപ്പു കള്ളുമായിട്ട് വരാന്ന് പറഞ്ഞാണല്ലോ. ഇയാൾ എവിടെ പോയി കിടക്കുക? ഓയ് അപ്പുവേ! എന്റെ പൊന്നു മദ്യമേ, ആഹാ, നീ ഈ കുപ്പിയിൽ കിടക്കുന്നിടത്തോളം നന്നായിരിക്കും. ഇത് കുടിച്ചു കഴിയുമ്പോഴേക്കും നിന്റെ തനിനിർ നീ പുറത്ത് കാണിക്കുകയും ചെയ്യും. നിന്നെ കുറിച്ച് രാവോളം കഥ പറഞ്ഞാലും ഒന്ന് തീരണ്ടേ? സാമ്പിൾ, ക്വാർട്ടർ, ഹാഫ്, ഫുള്ള് ഇതുപോലെ 4 പേര് വെച്ചിരിക്കുന്ന എന്റെ പൊന്നു മദ്യമേ, നിനക്ക് 1000 കോടി പ്രണാമം. വാടാ വാടാ അപ്പു. ശ്രീമൻ അഖണ്ഡാതി ബ്രഹ്മാണ്ഡ പാണ്ഡം ഭുസൂതി മനപ്പാടേന സന്തുലേ കുണ്ട നിന്തി ഉന്നത്തി. ഇത് സേവിക്കുമെല്ലാ ഡ്രൈവറും മേസ്തിരി, വെൽഡർ, മാസ്റ്റർ, അങ്ങനെ സകലമായ ആൾക്കാരും കണ്ണടച്ച് സേവിക്കുന്ന മദ്യമാണത്. പെരുത്ത് കേറുന്നടാ, ഒന്ന് വേഗം വാ. നമസ്തേ നമഃ. അല്ല ഗുരു, അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. എന്താ അറിയണ്ടേ? അങ്ങയെ ഞാൻ എപ്പ കണ്ടാലും വളരെ വിഷമത്തോടു കൂടി കീപ്പോട്ട് നോക്കിയിരിക്കുന്നത് കാണാമല്ലോ ഗുരു. അല്ല ഗുരുവേ, ഭയങ്കര കാറ്റടിക്കുന്നല്ലോ. മഴയുണ്ടെന്ന് ടിവിയിലൊന്നും പറഞ്ഞില്ലല്ലോ. എടാ അപ്പുവേ, വാർത്തയില് കാറ്റുണ്ടെന്ന് പറഞ്ഞാ ഇല്ല എന്നർത്ഥം, ഇല്ലെന്ന് പറഞ്ഞാ ഉണ്ടെന്ന്. ഇതൊന്നും ഇത്രയും കാലമായിട്ട് നിനക്ക് അറിയത്തില്ല അപ്പു? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാട്ടിൽ തനിച്ച് താമസിക്കുന്ന ആളാ ഞാൻ. എപ്പ ശവം വരുമെന്ന് ഓർത്ത് ദഹിപ്പിക്കാൻ വേണ്ടി. എന്റെ ശ്മശാനത്തിനെ കുറിച്ച് നീ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കണ്ട. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഈ ദേശത്തെ ചക്രവർത്തി ആ ഹരിചന്ദ്രൻ പോലും ഈ ജോലിയൊക്കെ തന്നെയാ ചെയ്തിരുന്നത്. അപ്പോ ഈ ദേശത്തെ പ്രധാനമന്ത്രി ആയാലും ഇനി മുഖ്യനായാലും ജില്ലാ കളക്ടർ ആയാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഇവരൊക്കെ ഇവിടെ വരാതെ എവിടെ പോവാനാടാ? പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിനൊക്കെ കാരണം ആ റാണിയുടെ ആത്മാവാണോ? മിണ്ടായിരടാ, ഇത് രാജാവിന്റെ കൊട്ടാരമല്ലേ? അതെ. ആ രാജാവിന്റെ മരുമകളും റാണിയും എപ്പോഴും ആത്മഹത്യ ചെയ്തു. അവരുടെ ആത്മാവൊക്കെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടെന്ന് നിന്നെ പോലെ പലരും പറയുന്നുണ്ട്. ഗുരു, നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ കണ്ടായിരുന്നോ? എടാ പേടിത്തൊണ്ടൻ അപ്പു, എന്റെ കണ്ണിലിപ്പൊ കാണാൻ കഴിയുന്നത് മദ്യം, പിന്നെ നീ. വേറെ ഒന്നും ഈ ഞാൻ കാണുന്നില്ലടാ. അപ്പൊ ഇവിടെ നടക്കുന്ന ദുശകുനത്തിനൊക്കെ കാരണം ആരാ? ചേട്ടാ, നമുക്കൊരു ബുദ്ധിമുട്ടും വരരുതെന്ന് പ്രാർത്ഥിച്ച് ഈ തേങ്ങ ഒന്ന് ഒടുക്കി ചേട്ടാ. വേണ്ട മോനെ, നിന്റെ അച്ഛൻ തന്നെ പൊട്ടിക്കട്ടെ. ചേട്ടൻ പൊട്ടിച്ചാൽ എന്താ കുഴപ്പം? നിന്റെ അച്ഛൻ ശ്മശാനത്തിലെ കാവൽക്കാരനല്ലേ? ഇവിടെ പ്രേതവും പിശാചും ഒക്കെ അലഞ്ഞു നടക്കുന്നുണ്ടാവും. നിന്റെ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. ഓ എന്റെ പൊന്നു പെണ്ണുമ്പിള്ളേ, നമുക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ച അത് മനുഷ്യന്മാരെ കൊണ്ടായിരിക്കും, അറിയാവോ? ഈ പ്രേതവും ഭൂതവും നമ്മളൊന്നും ചെയ്യില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ദൈവത്തെ വിളിക്കുന്നത്. നമ്മുടെ കൂടെ എപ്പോഴും പ്രേതവും പിശാചും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പിശാച്ച് ഇവിടെ ഉള്ളപ്പോ ഒറിജിനൽ പിശാച്ച് പേടിച്ചോടും. കേട്ടില്ലമ്മേ, ചേട്ടൻ പ്രേതങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നോണ്ട് അഹങ്കാരത്തോട് പറയുന്നത് കേട്ടില്ലമ്മേ. നിനക്ക് വേണ്ടിയല്ലേ മോളെ നിന്റെ അച്ഛൻ സ്വന്തം വീടൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഓ, തേങ്ങ തന്നെ മോളെ. ദാ നിങ്ങളിത് പൊട്ടിക്കേ. തേങ്ങ ഞാൻ തന്നെ ഉടയ്ക്കണോ? ഉറപ്പാണ്, നിങ്ങൾ തന്നെ പൊട്ടിക്കണം. അന്ധവിശ്വാസത്തിന് ഒരു അതിരുമില്ല. ഇങ്ങത്താ
കടലിൽപ്പെട്ട പോലെ നിങ്ങളുടെ മുഖം എന്തെങ്കിലും ഇരിക്കുന്നേ? തേങ്ങ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം എന്തെങ്കിലും. എന്നാരാടി പറഞ്ഞേ? തേങ്ങ സാധാരണ ചെയ്യാറുള്ളല്ലേ, അതും പ്രശ്നമാണോ? വിളക്ക് പോലും. അതുകൊണ്ട് ഇപ്പൊ എന്താ? വല്ല പ്രേതവും വന്ന് ഊതിക്കെടുത്തിന്നാണോ നീ പറയുന്നേ? കാറ്റ് വന്നപ്പോ തിരി അണഞ്ഞു പോയി, അത്ര തന്നെ. അല്ലൊരു വാ പോവാ. പ്രസാദം സ്വാമിക്ക് കൊടുക്ക്. എന്താ കൈകൊണ്ട് ആ പഴം പിടിക്കാൻ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് വയസ്സായി പോയതാണോ അതോ നിങ്ങളുടെ സമയം തീരാറായോ? എന്റെ കാലമല്ല, നിന്റെ കാലമാ. എന്താ? നിന്റെ കൈ കൊണ്ട് എന്ത് തൊട്ടാലും അത് നശിക്കും. കേട്ടില്ല. എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിയാലും അത് നശിച്ചു പോകുന്നു. സ്വാമിയൊന്നും ഞാൻ നോക്കില്ല. പറയുന്നത് കേട്ടാ മതി. അടുത്ത പൗർണമിയിൽ ഗുരു മാറി ശനിദശ തുടങ്ങാൻ പോവുകയാണ്. അതിനുശേഷം നിനക്കും നിന്റെ കുടുംബത്തിനും കഷ്ടകാലം ആരംഭിക്കുകയാണ്. എന്റെ അമ്മോ, സ്വാമി പറയുന്നൊക്കെ സത്യമാണോ? നീ ഒന്ന് മിണ്ടായിരടി. ഇയാൾ അത്ര വലിയ വിദ്വാനാണെങ്കിൽ മരത്തിന്റെ അടി ഇരിക്കേണ്ട കാര്യമുണ്ടോ? നീ വടി പോവാം. നിൽക്കൂ, ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ ഈ പഴം ഉരിച്ചു നോക്കൂ, നിനക്ക് നന്നായി മനസ്സിലാകും. എന്നാ തന്റെ വഴിക്ക് തന്നെ വരാം. ഇതുപോലെ ഒരുപാട് കളി ഞാൻ കണ്ടതാ. നോക്കി നിൽക്കാതെ വാടി കണ്ടു. സ്വാമി, ഇതിന് വല്ല പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ സ്വാമി. ഇത് ആഞ്ജനേയരുടെ കുങ്കുമം, വാങ്ങിക്കോളൂ. ഇതാണ് നിങ്ങൾക്ക് ശ്രീരാമന്റെ രക്ഷ. പൂർണ്ണമായി രക്ഷിച്ചില്ലെങ്കിലും അല്പമെങ്കിലും സഹായമാകും. ജയ് വീര ഹനുമാൻ. ആയിക്കോട്ടെ സ്വാമി. ശുഭമുണ്ടാകട്ടെ. ജയ് ഹനുമാൻ. എന്തുപറ്റി? ഓ, ഇതാണോ? അതൊന്നും ചെയ്യില്ല. ഇയാളൊന്ന് പേടിക്കാതിരിക്കെ. എന്താ അനങ്ങല്ലേ? അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇയാള് ഫ്രീ ആയിട്ടോ. നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഇവിടെ? എന്റെ പേര് സ്വപ്ന, ബൊട്ടാനിക്കൽ സ്റ്റുഡന്റ് ആണ്. ബോട്ടണി റിസർച്ചിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇവിടെ അടുത്ത ആന്റി താമസിക്കുന്നത്, അവിടെ കൂടെ ഞാനും. ഓ, നിങ്ങൾ ഇവിടെ തന്നെയാണോ? 10th കഴിഞ്ഞ ഉടനെ എനിക്ക് ഫ്രീ സീറ്റ് കിട്ടിയതുകൊണ്ട് ഇന്റർ കോഴ്സ് ഞാൻ ഹൈദരാബാദിലാണ് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് ബൈ ദ വേ, ഐ എം സൂര്യ. ഹായ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഓ, ഞാനൊരു ചെറിയ ഡൗട്ട് വെച്ചോട്ടെ? ചോദിക്കേ. ശരിക്കും പ്രേതമൊക്കെ ഉള്ളതാണോ? പ്രേതം ഉണ്ടോന്ന് ഞാനും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ ടോപ്പിക് ഇപ്പൊ സംസാരിക്കണ്ട, എനിക്ക് നല്ല പേടിയാ. അത് ശരി. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടിയൊക്കെ ഇപ്പൊ കിട്ടിയോ? ഇവിടുന്ന് കുറച്ച് വെറൈറ്റീസേ കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിപ്പോ ലൈബ്രറിയിലേക്കാ പോകുന്നത്. അവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. ഞാൻ വൈകുന്നേരം 7 മണിക്ക് തിരിച്ചു വരുമ്പോ വീട്ടിലൂടെ ചെടികൾ കൊണ്ടുവരാം. റിയലി? താങ്ക് യു. ആ ചെടികൾ കൊണ്ടുവരുമ്പം അതിന്റെ കൂടെ വെട്ടിലിനെ കൊണ്ടുവരട്ടെ? എന്താ സൂര്യ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നത്? വെറുതെ ഒന്ന് പോകുന്നുണ്ടോ?